2 ദിവസം മുമ്പ് ദുബായിൽ ആത്മഹത്യ ചെയ്തു എന്ന് പറയപ്പെടുന്ന അതുല്യ എന്ന പെൺകുട്ടിയുടെ ഭർത്താവ് സൈക്കോ സതീശനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇവൻ ഒരു സൈക്കോയാണ്. കാരണം ഭാര്യയെ കൊണ്ട് ഭർത്താവിന്റെ മൂത്രം കുടിപ്പിക്കുന്ന ഒരു ഭർത്താവ് എന്ന് പറയുന്നത് അവൻ സൈക്കോ അല്ലാതെ പിന്നെന്താണ്? ഇവ പല പ്രാവശ്യം ആ പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചിരിക്കുന്നു. കസേര കൊണ്ട് തലക്കടിക്കാൻ പോയിരിക്കുന്നു, കത്തി കൊണ്ട് കുത്താൻ പോയിരിക്കുന്നു, തറയിലിട്ട് ചവിട്ടിയിരിക്കുന്നു. ഇതെല്ലാം ആ പെൺകുട്ടി റെക്കോർഡ് ചെയ്ത് പൊതുമാധ്യമങ്ങളിലേക്ക് വിട്ടിട്ടുണ്ട്. സ്വന്തം അമ്മയോട് അവൻ സംസാരിച്ചിട്ട് 4 വർഷമായിരിക്കുന്നു. ഈ മൊട്ടത്തലേനെ കണ്ടാൽ തന്നെ അറിയില്ലേ ഇവൻ ഫ്രോഡാണെന്ന്? ഇവന്റെ കയ്യിൽ ഫ്രോഡ് തരമേ കയ്യിലുള്ളൂ. ആ കുട്ടിയെ റൂമിനകത്ത് പൂട്ടിയിട്ടിട്ട് താക്കോലും കൊണ്ടുപോകാൻ പോകും. ഇവൻ മാനസിക രോഗി മാത്രമല്ല, സംശയരോഗിയും കൂടെയാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. പത്രക്കാരുടെ ചോദ്യത്തിന് അവൻ പറയുന്നത് ഇവനിപ്പോ ആരും ഇല്ലെന്നാണ്. വീട്ടുകാരുമില്ല, നാട്ടുകാരുമില്ല, ആരുമില്ല. ഇവനെ പോലുള്ളവന് ആരാ ഉണ്ടാവുക? വീട്ടുകാരുണ്ടാവോ? നാട്ടുകാരുണ്ടാവോ? ആരും ഉണ്ടാവില്ല. മാനസിക രോഗികൾക്ക് ആരും തന്നെ ഉണ്ടാവില്ല. സ്ഥിര മദ്യപാനിയും മാനസിക രോഗിയുമായ ഇവന്റെ അടുത്തുനിന്ന് ആ പെൺകുട്ടിയെ നേരത്തെ തന്നെ അതിന്റെ മാതാപിതാക്കൾ കൊണ്ടുപോകേണ്ടതായിരുന്നു. 10 വയസ്സായ ഒരു കുഞ്ഞും ഇവർക്ക് നാട്ടിലുണ്ട്. വീണ്ടും ഇപ്പോഴവനൊരു കുട്ടിയെ ഉണ്ടാക്കണമെന്ന്. ഉണ്ടാക്കിയ കുട്ടിയെ നോക്കാൻ പോലും ഇവന് സമയമില്ല. ഇവൻ ആ ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടില്ലേ? പത്രക്കാർ ചോദിച്ചപ്പോൾ പറയുന്നു 2.25 ലക്ഷം രൂപ ശമ്പളമുള്ള അവന്റെ കയ്യിൽ 10ന്റെ പൈസ ഇല്ല എന്ന്. എന്നാൽ മാതാപിതാക്കൾക്ക് കൊടുത്തിട്ടുണ്ടോ? അതുമില്ല. 10-22 വർഷം പഠിപ്പിച്ച് അവനെ എഞ്ചിനീയർ ആക്കി ദുബായിലേക്ക് വിട്ട് ഇപ്പൊ മാതാപിതാക്കളടുത്ത് ഇവൻ സംസാരിക്കാറ് പോലുമില്ല. അവർക്ക് സംരക്ഷണാർത്ഥം ഒന്നും കൊടുക്കാറുമില്ല, സംസാരിക്കാറുമില്ല. ഒരു കാര്യം ഉറപ്പാണ്, മാതാപിതാക്കളെ സ്നേഹിക്കാത്ത ഒരു മക്കളും ഭാര്യയെ സ്നേഹിക്കില്ല, ഭർത്താവിനെ സ്നേഹിക്കില്ല. മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കൾ മാത്രമേ ഭാര്യയെ സ്നേഹിക്കുള്ളൂ, ഭർത്താവിനെ സ്നേഹിക്കുള്ളൂ. ഇതൊരു സത്യമായ കാര്യമാണ്. പല അനുഭവങ്ങളിലും നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നു. പലയിടത്ത് നടക്കുന്ന സംഭവങ്ങളിലും അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അവര് മാതാപിതാക്കളോടും മോശമായി പെരുമാറുന്നവർ തന്നെയായിരിക്കും. മാതാപിതാക്കളെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യാത്ത മക്കൾ ഒരിക്കലും ഭാര്യയെ സ്നേഹിക്കില്ല എന്നുള്ളതിന്റെ തെളിവുകളാണ് നാം ഈ കാണുന്നതൊക്കെ. പെൺകുട്ടികളുള്ള മാതാപിതാക്കളോടാണ് പറയുന്നത്, മക്കളെ കല്യാണം കഴിച്ചു കൊടുത്ത് ആ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഇടപെട്ട് അവരെ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവരണം. ആ കുഞ്ഞുങ്ങൾ ഇത്രയും കാലം അവിടെ തന്നെയല്ലേ വളർന്നത്? ഒരു നേരത്തെ ആഹാരം അവർക്കൂടെ കൊടുത്തുകൂടെ? എന്തിനാണ് ഇത്തരം ദുഷ്ടന്മാരുടെ മുമ്പിൽ ഇട്ടുകൊടുക്കുന്നത്? അവർ പീഡനങ്ങൾ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരെ ഇങ്ങോട്ട് കൊണ്ടുപോരുക. നമ്മളെ വീട്ടിൽ കിടന്ന് ജീവിക്കട്ടെ. നിങ്ങൾ അവരെന്തെങ്കിലും കൂലിപ്പണി ചെയ്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലികൾ ചെയ്ത് ഇന്ന് ഏത് പെൺകുട്ടികൾക്കാ ജീവിക്കാൻ കഴിയാത്തത്? എവിടെ ചെന്നാലും ഏത് സ്ഥാപനത്തിൽ ചെന്നാലും ഇന്ന് പെൺകുട്ടികൾക്ക് ജോലിയുണ്ട്. അവർ സ്വന്തം ജോലി ചെയ്തെങ്കിലും ജീവിക്കും. വീട്ടുകാർക്കും ഇതിൽ നല്ലൊരു പങ്കുണ്ട്. കാരണം പെൺകുട്ടികളെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ അവർ കൂട്ടാക്കില്ല. കാരണം ദുരഭിമാനം. ഈ പെൺകുട്ടി എത്ര വർഷമായിട്ട് അത് കരഞ്ഞു പറയുന്നു. എന്തുകൊണ്ട് അവരിങ്ങോട്ട് കൊണ്ടുവന്നില്ല? മക്കളെ വെറും പശുക്കളായിട്ട് കണ്ടവന് കാളയ്ക്ക് വിൽക്കും പോലെ പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരെ തിരിഞ്ഞു നോക്കില്ല. ഈ വീട്ടിലെ ശല്യം ഒഴിഞ്ഞു എന്ന് പറഞ്ഞാണോ മക്കളെ കൊടുക്കേണ്ടത്? മക്കൾ അവരുടെ ദുഃഖങ്ങൾ മാതാപിതാക്കളോടല്ലാതെ പിന്നെ ആരോടാണ് പറയേണ്ടത്? പറഞ്ഞാൽ അവർ ശ്രദ്ധിക്കില്ല, മാതാപിതാക്കൾ ശ്രദ്ധിക്കില്ല. അവർക്കെന്താ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ വീണ്ടും ചെലവ് വരെയാണ്. കയ്യിലുള്ള സ്വർണവും തേങ്ങാക്കൊലയും ഒക്കെ കൊടുത്ത് മക്കളെ അങ്ങോട്ട് കെട്ടിച്ച് ഒരു പശുവിനെ അഴിച്ചു കൊടുക്കും പോലെ കൊണ്ടുപോയി നീ ഇറച്ചി വെച്ച് തിന്നോ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. എന്നിട്ട് ആ കുട്ടികൾ കരഞ്ഞു വിളിച്ച് കാൽ പിടിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് കൊണ്ടുവരില്ല. നാട്ടുകാർ അറിയും. ദുരഭിമാനം. ഇതൊക്കെ നാട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകണം. ഇങ്ങനെയൊന്നും പാടില്ല. പെൺകുട്ടികൾ അവർ മനുഷ്യരാണ്. അവർക്ക് ജീവിക്കാനുള്ളതാണ്. അവരെ നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്ന് കഴിഞ്ഞാൽ മാതാപിതാക്കൾ ഇടപെട്ട് നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഇവനെയൊക്കെ അടിച്ചു ഓടിക്കണം. വേണ്ടാന്ന് പറഞ്ഞ് മാതാപിതാക്കളോട് പറയുന്നത് ശ്രദ്ധിക്കുക. ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ഇവനെ നാട്ടിൽ കൊണ്ടുവന്ന് നല്ലൊരു ശിക്ഷ മേടിച്ചു കൊടുക്കുക. അതുവരെ ആരും ഇതിന്റെ പിന്നിൽ നിന്ന് മാറാൻ പാടില്ല. പത്രക്കാരും ഇവനെ വിടാൻ പാടില്ല. ഇവൻ തന്നെയാണ് ക്രിമിനൽ. ഇവൻ തന്നെയാണ് മാനസിക രോഗി. ഇവന് ഗവൺമെന്റ് ഇടപെട്ട് നല്ല രീതിയിലുള്ള ശിക്ഷ മേടിച്ച് കൊടുത്തേ പറ്റൂ. നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ്, ദുബായ് ഗവൺമെന്റുമായിട്ട് ഇടപെട്ട് ഇവന് എത്രയും പെട്ടെന്ന് നാട്ടിൽ കൊണ്ടുവരണം. നാട്ടിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്താലേ ഇവൻ സത്യങ്ങൾ പറയുകയുള്ളൂ. ആ കുട്ടി ആത്മഹത്യ ചെയ്തൊന്നും അല്ല. ഇവന് 2.25 ലക്ഷം രൂപ ശമ്പളമുണ്ട്. ഇവനിപ്പോ 10,000, 20,000, 25,000 റിയാൽ കൊടുത്ത് ആരെങ്കിലും വച്ച് ഈ പെൺകുട്ടിയെ തട്ടിക്കളയാനൊന്നും ഇവന് വലിയ പണിയൊന്നുമില്ല. ഒന്നുകിൽ ഇവൻ അങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ ഇവൻ കൊന്നു തന്നെയാണ് കെട്ടിത്തൂക്കിയത്. എല്ലാം തെളിയണമെന്നുണ്ടെങ്കിൽ ഇവൻ നാട്ടിൽ കൊന്നാലേ പറ്റുള്ളൂ. ഇവനെ നാട്ടിൽ കൊണ്ടുവന്നാൽ മാത്രമേ ഇതെല്ലാം തെളിയിക്കാൻ കഴിയുള്ളൂ. ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും കരയുന്ന കണ്ണീര് കണ്ടില്ലേ? ഇതിനെല്ലാം ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവണമെങ്കിൽ ഇവനെ നാട്ടിൽ കൊണ്ടുവന്ന് ഇവന് ജീവപര്യന്തം ശിക്ഷയെങ്കിലും മിനിമം മേടിച്ചു കൊടുക്കണം. ജീവിതകാലം മുഴുവനും ഇവൻ അനുഭവിക്കണം ആ കുട്ടിയോട് ക്രൂരത ചെയ്തതിന്. ഒരു പെൺകുട്ടിയുടെ വായ്ക്കകത്ത് മൂത്രം ഒഴിച്ചു കൊടുക്കുന്ന ദുഷ്ടനായ മാനസിക രോഗിയായ ക്രൂരനായ ഒരു മനുഷ്യനാണവൻ. ഇവനെ ഒരു കാരണവശാലും വിടാൻ പാടില്ല.